നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊട്ടിയൂർ പാലുകാച്ചി മേഖലയിലാണ്. പാലുകാച്ചി എന്ന് പറയുന്നത് ഞാൻ പല എപ്പിസോഡുകളിലും കാണിച്ച പോലെ തന്നെ വന്യമൃഗശല്യം അത്യാവശ്യം ഉള്ള രീതിയിൽ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അവിടെ ഒരു വീട്ടിലെ ഒരു ചേട്ടൻ്റെ ഒരു പറമ്പിൽ കഴിഞ്ഞ ദിവസം ആന ഇറങ്ങിയിട്ട് കുറേ കൃഷിയും കാര്യങ്ങളും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് പോകാനായിട്ട് പോകുന്നത്. പാലുകാച്ചി എന്ന് പറയുന്നത് കൊട്ടിയൂർ ടൗണിൽ നിന്ന് നമ്മൾ ഒത്തിരി കയറ്റമൊക്കെ കയറി മുകളിലെത്തി ഉള്ളൊരു സ്ഥലമാണ്, മലയോര മേഖലയാണ്. അപ്പോൾ ഏതായാലും നമ്മളിനി ആ ഒരു പറമ്പിലേക്കാണ് പോകുന്നത് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജോയ്, മാളിയേക്കൽ ജോയ്. അതെ. അപ്പോൾ ചേട്ടൻ്റെ ആണോ ഈ പറമ്പ്? അതെ. ഇന്നലെയാണോ ആന ഇറങ്ങി? ഇത് മിനിഞ്ഞാന്നാണ് ആന ഇറങ്ങി. ഒരു ആനക്കൂട്ടമായിരുന്നു. എത്ര എണ്ണം ഉണ്ടായിരുന്നു? എല്ലാം കണ്ടോ? അല്ല, നേരിട്ട് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് കുറേ എണ്ണത്തെ തുരത്തി ഇത് എണ്ണം ഒന്നും എടുക്കാൻ സാധിച്ചില്ല. എല്ലാം പോകുന്നത് കണ്ടു. എല്ലാം കാട്ടിൽ ആയിരുന്നു. അവിടുന്ന് കാട്ടിലൂടെ കയറി പോകുന്നത് കണ്ടു. പക്ഷേ എണ്ണം ഒന്നും തിട്ടപ്പെടുത്താൻ സാധിച്ചില്ല. ഒരു ആനക്കൂട്ടമായിരുന്നു, ഒരു കുഞ്ഞടക്കം. 8-10 എണ്ണത്തിന് മേലെ ഉണ്ടോ? അല്ല, അത്രയില്ല, 4-5 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ ഒത്തിരി നാശനഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എൻ്റെ ഇത് 3.5 ഏക്കർ സ്ഥലമാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഈ കൃഷി സ്ഥലത്തിൽ മൊത്തം കൊന്നക്കാലിട്ട് കവുങ്ങിൻ്റെ വാരി അടിച്ച് ഫെൻസിങ് കൊടുത്ത് അതിന് പുറത്തുകൂടി പച്ച നെറ്റ് കെട്ടി ഈ കൃഷിഭൂമി സംരക്ഷിച്ചിട്ടുള്ളതാണ്. അതെല്ലാം തകർത്തിട്ടാണ് ആന ഈ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയത്. ഇവിടെ എങ്ങനെ ഇതിനു മുന്നേ ആന ഇറങ്ങിയിട്ടുണ്ടോ? ഇത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതിൻ്റെ അപ്രവശ്യമെല്ലാം കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷമാണ് എൻ്റെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയത്. ഇത് ഇങ്ങനെ സംരക്ഷിച്ചത് കൊണ്ട് ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ആദ്യം കഴിഞ്ഞ മാസം ഒരൊറ്റയാൻ വന്ന് ഒരു 10 കശുമാന്തൈകളും കുറച്ച് ഒരു 50 വാഴയോളം കളഞ്ഞു. പിന്നെ കൃഷിയിൽ കുറേ കഴിഞ്ഞ മാസം കുറേ എൻ്റെ അതന്നെ. ഇപ്രാവശ്യം വന്നത് മിനിയാന്ന് വന്നത് ഒരു ആനക്കൂട്ടായിട്ടാണ് വന്നത്. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോവാം. നമ്മളെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഇതൊക്കെ വെട്ടിക്കളഞ്ഞാലേ? അതെ. എല്ലാവരും ഇപ്പോൾ വാഴയും പ്ലാവൊക്കെ വെട്ടിക്കളയുക. ഈ കുന്നിൽ കൂടെ ആന വരുന്നുണ്ടല്ലേ? ഈ കുന്നിൽ കൂടെ ആന വരുന്നതാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. ഇതിലെ വരിക നമ്മളും കണ്ടാലേ ഇല്ലേ, ഇത്രയും വലിയ ഇങ്ങനത്തെ ഒരു കുന്നായതുകൊണ്ടാണ് ഞാനും വിചാരിച്ചു. അപ്പോൾ ആനയ്ക്ക് പോകാൻ പറ്റാത്ത സ്ഥലമൊന്നും ഇല്ലല്ലേ? ഇല്ല. ചേട്ടനപ്പോൾ ഇവിടെ താമസമില്ല? താമസം ഞാൻ നീണ്ടതൊക്കെയാണേ. ഇതിന് മുകളിലേക്ക് വീടുകളുണ്ടോ? വീടുകളുണ്ട്. ഉണ്ടല്ലേ? താമസമുള്ള വീടുണ്ട്. ഇവിടെ ഏതാണ്ട് ഒരു 30ഓളം വീടുകൾ ഉണ്ടായിരുന്നു. ഇതിന് മേലേക്ക് ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്ക് ആൾക്കാരില്ല. ഓഹോ. ഇതുണ്ട്, അതൊക്കെ കിടന്നതാണ്. പിന്നെ പണിക്കാരെ നിർത്തിയിട്ടേ ഞാൻ വലിച്ചു കെട്ടി. ഈ കശുമാന്തയില്ല. ഇത് ഇപ്രാവശ്യം ഇറങ്ങി കളഞ്ഞ ഇത് 2 എണ്ണമല്ലേ. ഈ മണ്ണിങ്ങനെ മാറി കിടക്കുന്ന മൊത്തം ആന ആക്കിയതാ? അവിടെയൊക്കെ ആന വന്നതിന് പിറ്റേ ദിവസം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെയൊക്കെ ആ കുളമായിട്ട് കിടന്നതാ അല്ലേ? ഈ കുന്നൊക്കെ ആന ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടോ. ആനയ്ക്ക് എത്താത്ത സ്ഥലം ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത അവസ്ഥയായി. ഇത് ആന ഇടിച്ചു പറഞ്ഞാ? ആന അവിടെ നിന്ന് ഇതിലിങ്ങനെ വന്നിട്ടേ ഇവിടെ ഇങ്ങനെ കയറി വന്നേ? അല്ലേ, എല്ലാ പ്ലാറ്റ്ഫോമിൽ ഇത് പോയി. ഇത് ഇറങ്ങി വന്ന ഏരിയ ഇറങ്ങിയത് അതിലേ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ഓരോ പ്ലാറ്റ്ഫോം ഇടിച്ച് കണ്ടോ അവിടെയൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നുണ്ടോ? ഓരോ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്താ അതിനകത്ത് ഈ എന്തെങ്കിലും ഇതിന് കഴിക്കാനുണ്ടായിരുന്നു? ഇത് അല്ല, അങ്ങനെയല്ലേ, ഇത് താഴോട്ട് ഇറങ്ങി പോകാനായിട്ട് നേരെ ഇറങ്ങി പോകുന്നതിന് പകരം ഇത് വഴിയായിട്ട് നോക്കി പോകുന്ന. ഇവിടെ വരെ എത്തിയിട്ട് പിന്നെ തിരിച്ചു കയറിപ്പോയോ? പിന്നെ ഇതിൽ തിരിച്ച് കയറി പോകാനായിട്ട് നോക്കിയത്. എന്നിട്ട് ഇതിലേ പോയത്? അതിലേ കയറി ഇതിലേ വന്ന് അങ്ങനെ കയറി. ആണല്ലേ? എവിടുന്നോ പരിപാടി കഴിഞ്ഞ് ഇറങ്ങുന്ന വഴിയല്ലേ? ഇതിലേ വാ. ഇവിടെ കുറച്ച് റബ്ബർ തോട്ടത്തിൽ ഞാനും ഓർത്തു റബ്ബർ തോട്ടത്തിൽ ഇത് വന്നിട്ട് എന്താ കാണിച്ചത്. ആനയുടെ കാൽപ്പാടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കുറഞ്ഞ പാടുണ്ടാവില്ല. ഇതുണ്ടോ ഇതിൻ്റെ കാൽപ്പാടുകൾ കിടക്കുന്നുണ്ടോ? ഇതിലെ നടന്നിട്ടുണ്ടല്ലേ? ആ. പക്ഷേ ഈ മരത്തിലൊന്നും ഒരിഞ്ഞിട്ടില്ലല്ലേ?
ഇത് ഇതിനകത്തൂടെ കടന്നു പോയെന്ന് പറയുമ്പോൾ ആന കടന്നു പോയെന്ന് പറയുമ്പോൾ നമുക്ക് അതിശയം തോന്നും. ഇതിലേക്ക് കടന്നു പോയ സാധനം അതാണ് ഇതിലേ കടന്നു പോയത്. ഒരു മരത്തേൽ ഒരു ഒരഞ്ഞ പാട് പോലും ഇല്ലാണ്ടല്ലേ. അവിടെ ഒരു പാമ്പ് വെളുപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കാൽപ്പാടൊക്കെ ഉണ്ട്. ഇടിച്ചിടിച്ചിടിച്ച് കയറിപ്പോയതാന്ന് തോന്നുന്നു അല്ലേ? ഇത് ഇറങ്ങിയാണോ കയറിയതാണോ? ഇതിലിറങ്ങിയത് അപ്പുറത്തോടെ കയറിപ്പോയേക്കുന്നത് അല്ലേ? മുകളിൽ ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ ഓരോ പ്ലാറ്റ്ഫോം താർത്ത് ഇറങ്ങി വന്നല്ലേ? ഇതുണ്ടോ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന കേട്ടോ. കാണിച്ചേക്കാം. കശുമാ ഇതൊക്കെ ആന കളഞ്ഞല്ലേ? കളഞ്ഞതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലുകാച്ചി മേഖലയിലാട്ടോ. ആ ദൂരെ കാണുന്നതാണ് കൊട്ടിയൂർ മേഖല. അവിടെ നമ്മൾ ഈ മലയുടെ മണ്ടയ്ക്ക് കയറി വന്നേക്കുന്നത് കേട്ടോ. ഇത്രയും മുകളിലാണ് ഈ ഒരു സ്ഥലമുള്ളത്. നമുക്ക് ഏതായാലും ഒന്ന് മുകളിലേക്ക് കയറി നോക്കാം. നല്ല കശുമാന്തൈ കേട്ടോ കളഞ്ഞേക്കുന്നത്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 2-2.5 കിലോമീറ്റർ ദൂരെയാണ് കാട്, ഫോറസ്റ്റ് ഉള്ളത്. ഫോറസ്റ്റ് ഉള്ളത്. ഫോറസ്റ്റ് ബൗണ്ടറിയിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ താഴെയായി. ഇവിടെ എല്ലാം ഇടിച്ച് നിർത്തി കയ്യാരം മൊത്തം കളഞ്ഞു. എല്ലാ ഒരു പ്ലാറ്റ്ഫോം പോലും ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ കശുമാന്തൈ അതും കളഞ്ഞല്ലേ? അത് കളഞ്ഞത്. അതൊന്നും ഇനി അതിലേ പോകാൻ നോക്കിയതല്ലേ? ആ, അങ്ങോട്ട് പോകാൻ നോക്കിയിട്ട് നടക്കാത്തതുകൊണ്ട് അവർ തിരിച്ചിങ്ങോട്ട് വന്നാ. അങ്ങനെയാ തോന്നുന്നല്ലേ? അത് ഇറങ്ങിപ്പോകാനായിട്ട് അതിൽ ഇറങ്ങിപ്പോകാൻ വഴിയുണ്ടോ നോക്കിയതാ. ഈ തിട്ടു അങ്ങനെ തന്നെ ഇടിച്ചാ? ആ, അവിടെ അപ്പം എന്ത് കാണിച്ചാ? കിടന്നോ? അത് ഈ ഇതിൻ്റെ ഈ എല്ലാ കശുമാവിൻ്റെയും ചോട് ഇങ്ങനെ ആന കളഞ്ഞാ? ഇതൊക്കെ അതല്ല, അത് നമ്മൾ വെട്ടി മണ്ണ് കൂട്ടിയതാണേ. ആനച്ചൂറുണ്ടല്ലോ. ആനച്ചൂരുണ്ടല്ലോ. ഇപ്പം ഒന്നും ഉണ്ടാവില്ല. അതതിൻ്റെ പിണ്ടം കിടക്കുന്നത്. അതിൻ്റെ ആയിരിക്കും പിണ്ടത്തിൻ്റെ ആ മണം വരുന്നത്. പ്ലാറ്റ്ഫോമുകൾ കംപ്ലീറ്റ് കളഞ്ഞു കേട്ടോ. ഇപ്പം കാൽപ്പാട് മാത്രമേ കാണാനുള്ളൂ. ഇനി കയ്യാല വെക്കലൊന്നും നടക്കില്ല ഇനി. അതുപോലെ ആക്കി കളഞ്ഞു. ഇത് കണ്ടോ, ഇതൊക്കെ ഒടിച്ച് പറിച്ച് ഇതുപോലെ ഞാൻ ഈ കശുമാവിൻ്റെ തൊലി ഇതാക്കിയിട്ടുണ്ടല്ലേ? കംപ്ലീറ്റ് ഈ വേലി ഇങ്ങനെ കെട്ടിയതായിരുന്നു. അതെല്ലാം കണ്ടോ ഒടിച്ച് ഇട്ടേക്കുന്നുണ്ടോ? വേലി കംപ്ലീറ്റ് ഇങ്ങനെ കെട്ടിയതായിരുന്നു. നെറ്റും കെട്ടി അതിലേ പോകാൻ നോക്കിയിട്ടുണ്ടല്ലേ? ആ, ഇതിലേ വാ. കശുമാവിൻ്റെ തോല് പോയതുകൊണ്ടോ? ആ കശുമാവിൻ്റെ തോല് കളഞ്ഞിട്ടുണ്ടല്ലേ? ഇങ്ങനെ മുഴുവനും ഇത് കുന്നക്കാലിട്ടിട്ടേ ഇതിലേ കിടന്നു വന്നല്ലേ? അതിന് മുകളിലേക്ക് വേറെ ആളുടെ പറമ്പായിരിക്കും. അത് വേറെ തുരുത്തിക്കാരുടെ പറമ്പാ. നല്ല കയറിക്കണം. കശുമാവ് പൊടിച്ചിട്ടേക്കുന്നുണ്ടോ? ഈ കശുമാവൊക്കെ എത്ര 3 വർഷമായോ? 4 വർഷം. 4 അല്ലേ? ഇവിടെയും കളഞ്ഞല്ലേ പറഞ്ഞ? ഇത് കണ്ടോ ആനപ്പിണ്ണം കിടക്കുന്നത്? രണ്ടും വലുതും ചെറുതും ഒക്കെ അതുപോലെ അവിടെ ഒക്കെ കടന്നു വന്നത് ഉണ്ടോ? അതിലേ കൂടെ വന്നിട്ട് ഇതിലേ വന്നിട്ടുണ്ട് കേട്ടോ. 2 സെറ്റായിട്ടാണ് വന്നത്. ഇറങ്ങി വെച്ചിട്ട് ഇവർ താഴേക്ക് ഇറങ്ങാനുള്ള വഴി തപ്പിപ്പോയതായി കാണുന്നത്. കണ്ടോ പിണ്ണം കിടക്കുന്നുണ്ടോ? കുറേ നാളിന് ശേഷമേ
ചക്കക്കുരുവും കശുവണ്ടി ഇല്ലാത്ത ആനപ്പിണ്ടം കാണുന്നത്. കാട്ടിൽ നിന്ന് തന്നെ ഒന്നാണ് ഉറപ്പിക്കാം. ഇവിടെയൊക്കെ എങ്ങനെ ഇടിച്ച് ഇതിൽ ഇറങ്ങി നൂറിനിറങ്ങിയത്. ഇപ്പം തന്നെ 3 സൈസ് കാൽപ്പാട് നമ്മൾ കണ്ടു കേട്ടോ. ഇപ്പം 3 1 4ആണല്ലേ? 4ആണെന്ന് എനിക്ക് തോന്നുന്നത്. 4 ആയിരിക്കണം. 3 സൈസ് കാൽപ്പാട് ഇപ്പോൾ കണ്ടു. ഈ വലിയ കാൽപ്പാടുണ്ട്, ഒരു മീഡിയം ഉണ്ട്. അങ്ങോട്ടും പോയിട്ടുണ്ട്. ആ അപ്രാവശ്യം കുറേ ഉണ്ട്. ഈ വഴിക്കൊക്കെ പോയത് കേട്ടോ. ഇച്ചിരി പാടാണ് ഇതിൽ നടക്കാനായിട്ട്. ഇതൊക്കെ ഇടിച്ചല്ലേ? ആ കഴിഞ്ഞ് താഴത്തെ ഉണ്ടോ? താഴെയൊക്കെ ആ വാഴയൊക്കെ നശിപ്പിച്ചേക്കുന്നുണ്ടോ? ഇതിലിങ്ങനെ ഇറങ്ങാൻ നോക്കി. അപ്പോൾ നോക്കുമ്പോൾ അവിടെ തിട്ടായതുകൊണ്ട് പിന്നെയും തിരിച്ച് കയറിയാന്ന് തോന്നുന്നു അല്ലേ? ഇറങ്ങി വെച്ച് പുള്ളി കയറിയതാണ്. കയറി വെച്ച് പിന്നെ ഇങ്ങോട്ട് പോയി ഇതിലേ ഇറങ്ങാൻ നോക്കി. ഇതിലേയും പോയ വഴിയാണ്, ഇതിലേയും പോയിട്ടുണ്ട്. താഴെ എത്തിയിട്ടും പുള്ളിക്ക് മനസ്സിലായില്ലേ? ആ ഇതൊക്കെ മറിച്ച് കളഞ്ഞായിരുന്നു. നമ്മൾ എന്നിട്ട് പിടിച്ച് ഇങ്ങോട്ട് കെട്ടിയതാണ്. ഇതെല്ലാം പോയി. കാണുമ്പോൾ അറിയാം. പോയാൽ പോയല്ലോ. ഇതെല്ലാം മറിച്ച് കളഞ്ഞത്. അപ്പുറം പോയിട്ടുണ്ടല്ലേ? ഇവിടെ 10 എണ്ണം ഇവിടെ കളഞ്ഞായിരുന്നു. ആദ്യ പ്രാവശ്യം വന്ന് ഇറങ്ങിയതേ. അത് നമ്മൾ പിടിച്ച് കുറേ എണ്ണം കെട്ടി വെച്ചതാണ്. അവിടെ ഈ വഴിക്ക് ഇതിങ്ങനെ പോയതല്ലേ? എന്തായാലും പോയതാ. ഇപ്പോൾ എത്ര എണ്ണം പോയിട്ടുണ്ട് ഈ വഴിക്ക്? ഇതിൽ പെടുത്തിയത് ഏതാണ്ടൊരു 10-15 കശുമാവ് എല്ലാം ചായച്ച് പെടുത്തി കളഞ്ഞിട്ടുണ്ട്. കാൽപ്പാടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ചവിട്ടി ഒടിച്ച് കളഞ്ഞത് ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ. ചേട്ടൻ എത്ര വർഷമായി ഇവിടെ ഈ പറമ്പിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇത് റബ്ബറായിരുന്നേ. റബ്ബർ മുറിച്ചിട്ട് പുതിയത് വെച്ച ഇത് വെച്ചതാണ്. ആനപ്പിണ്ടം കിടക്കുന്ന കേട്ടോ. ആനപ്പിണ്ടം കിടക്കുന്ന പറഞ്ഞാൽ അതെല്ലാം ചവിട്ടി ഇതിൽ ഇറങ്ങിപ്പോയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഓരോ സെക്ഷൻ തിരിഞ്ഞ് പോയതാട്ടോ. ഇത് നോക്കി ഇവിടെ കാണിച്ച് വെച്ചേക്കുന്നുണ്ടോ? ഇതിൽ കേട്ടോ ഇങ്ങനെ ഇവിടെ പോയിട്ട് ഇതിൽ ഇങ്ങനെ നിരങ്ങി ഇറങ്ങും കേട്ടോ. ഇത് മുഴുവനും ഞാൻ പൊട്ടിച്ച് കേട്ടോ. പശുമാവ് ഒടിച്ചിട്ടേക്കുന്നുണ്ടോ? ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ചവിട്ടി ഇറങ്ങി വന്നതാണ്. അങ്ങോട്ട് പോയിട്ടില്ലല്ലോ? ഇല്ല, അങ്ങോട്ട് പോയിട്ടുണ്ട്. പോയിട്ടിട്ട് അതേപോലെ തിരിച്ചു പോകുന്നല്ലേ? ഇത് നമ്മളെ വേനൽക്കാലത്ത് ട്യൂബിട്ട് നനച്ചോണ്ടിരുന്നതാണ്. ഇതേ അതെല്ലാം ഈ ട്യൂബൊക്കെ ചവിട്ടി കളഞ്ഞല്ലേ? എല്ലാം പൊട്ടിച്ച് കളഞ്ഞു. ട്യൂബിൻ്റെ അത്ര വെള്ളം ഉണ്ടായിരുന്നോ? വെള്ളം വരുന്നോണ്ടിരുന്ന ആണല്ലേ? ട്യൂബ് കളഞ്ഞിട്ടുണ്ട്. മലകൊണ്ടയ്ക്കൊക്കെ കണ്ടോ? അവിടെയൊക്കെ കൃഷിയുള്ള സ്ഥലം കേട്ടോ. ഫോറസ്റ്റ് ഇവിടെ 2.5 കിലോമീറ്റർ മുകളിലാണ്. ഫോറസ്റ്റ് ഒന്നും അല്ല ഇത്. ഇതെല്ലാം ജനവാസ മേഖല തന്നെയാണ്. വീടുകളധികം കുറവാണെന്ന് മാത്രം, പക്ഷേ എല്ലായിടത്തും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ കൊട്ടിയൂർ മേഖലയിലും നല്ല രീതിയിൽ ആനശല്യം വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത് തന്നെ ഇപ്പോൾ കുറേ സംഭവങ്ങൾ ഇവിടെ നിന്നൊക്കെ തന്നെ കാണിച്ചു. ഇത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്ത് ആ തെങ്ങ് നിൽക്കുന്നില്ലേ, അവിടെ ഒരു 4 തെങ്ങോളം കായ്ച്ച തെങ്ങ് കളഞ്ഞിട്ടുണ്ട്. ആണല്ലേ? 4 തെങ്ങ ആ ചേട്ടൻ്റെ പറമ്പിലായിരിക്കും അല്ലേ? അത് എൻ്റെ പറമ്പിലല്ല, അവിടെയൊക്കെ വന്ന് ഒരു പറമ്പേ കണ്ടിട്ടുള്ളൂ. തൊട്ടപ്പുറത്തെ പറമ്പിൽ തെങ്ങൊക്കെ കളഞ്ഞിട്ടുണ്ടാകും കേട്ടോ. ഇത് അല്ല, ഇവിടെ തെങ്ങ് കളഞ്ഞേക്കുന്ന കേട്ടോ. ചെറിയ തെങ്ങെല്ലാം കളഞ്ഞു. ചെറിയ തെങ്ങല്ല, അത് താഴോട്ടൊന്ന് പോകാം. അവിടെ നിന്ന് നിൽക്കണം. ചവിട്ടി കുളമാക്കിയിട്ടോ മൊത്തം സ്ഥലം. അത് ചവിട്ടി ചായച്ചേക്കുന്ന ഒരു കൂട്ടം ആനകൾ ഇതിലെ കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇക്കോലത്തിനായി പോകും കേട്ടോ. ഒരു മനുഷ്യർക്ക് പോലും ഇതിൽ നടന്നു പോകാൻ ശരിക്കും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പേടിച്ചത് നടക്കുള്ളൂ. ആന കൃത്യം അതിന് നടന്നു പോകുന്നത് കണ്ടോ. ആനയ്ക്ക് വഴിയൊന്നൊരു പ്രശ്നമല്ല. ഇത്ര ഇറക്കമൊക്കെ ആന ഇങ്ങനെ ഇറങ്ങുമെന്ന് ഞാൻ ഇപ്പോഴായിട്ട് അറിയുന്നത്. സാധാരണ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പൊതുവേ കാണാറില്ല അല്ലേ? ഇവിടെ ഒരു മാവ് ഒക്കെ ഒടിച്ചിട്ട് കണ്ടോ. ഇത് മാവിൻ്റെ തയ്യാ? ഇത് എവിടെ നിന്ന് ഒടിച്ചാ? ഇതിൻ്റെ കമ്പ്. കമ്പ് പറിച്ചെടുത്താലേ? അതന്നെ, മാവിൻ്റെ എകരമൊക്കെ ഒടിച്ചിട്ടിട്ടുണ്ട്. കണ്ടോ, മാവ് ഒടിച്ചിട്ടേക്കുന്നുണ്ടോ? ആനപ്പിണ്ടമുണ്ട്. കണ്ടോ, ഇത് നമുക്ക് പോലും
ഭയങ്കര മനുഷ്യർക്ക് പോലും ഇറങ്ങി പോകാൻ സ്റ്റീപ്പായിട്ടുള്ള ശരിക്കും സ്ഥലം പറഞ്ഞു കേട്ടോ. കഴിഞ്ഞാൽ സ്ഥലം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കുത്തനെ ഇറക്കമാണ്. അമ്മാതിരി ഒരു സ്ഥലം കേട്ടോ. അങ്ങനെ സിമ്പിളായിട്ട് മൊത്തം ഇടിച്ച് പൊളിച്ചിറങ്ങിപ്പോയിരിക്കുന്നത്. പൊതുവേ അങ്ങനെ കാണാറുള്ളതല്ല. മൊത്തം കയ്യാലൊക്കെ ഇടിച്ച് പൊളിച്ചാട്ടോ പോയേക്കുന്നത്. JCB പോയ പോലെ അല്ലേ. ഇനി അങ്ങോട്ടാ അവിടെ അതങ്ങോട്ട് എടുത്തങ്ങ് നിർത്താം. ഇവിടെയൊക്കെ ഒരുപാട് വാഴ ഉണ്ടായിരുന്നോ? എല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഇത് കളഞ്ഞല്ലേ. എല്ലാം വാഴ ഉണ്ടോ? എല്ലാം കളഞ്ഞേക്കുന്നത്. ഇത് ശരിക്കും ഒന്ന് തിന്നാൻ കയറിയതല്ലല്ലേ. ഇത് തിന്നാനായിട്ട് പോകുന്ന വഴിക്ക് കയറിയതാണ്. അല്ല, തിന്നാനായിട്ട് തിന്ന് കളഞ്ഞിട്ട് കുറവാണെന്ന് തോന്നുന്നില്ല. അതിൻ്റെ അത് ഒടിച്ച് കളഞ്ഞേക്കുന്നേ. തെങ്ങ് ഇതേ കളഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതിനൊക്കെ പരമാവധി നെറ്റ് കൊണ്ട് ഇങ്ങനെ കണ്ടോ, അവിടെ ചെളി കണ്ടോ, അത് ഇടിച്ച് നോക്കി മറിക്കാനായിട്ട്. പക്ഷെ മറിയാത്തതുകൊണ്ട് അതവിടെ ഇട്ടേക്കുന്ന നാട്ടായി കാണുന്ന ഫാമിലി പല സ്ഥലത്ത്. അപ്പോൾ കൊമ്പനും ഉണ്ടാവും കൂടെ. കൊമ്പനുണ്ട്. ഈ തെങ്ങ് കളഞ്ഞല്ലേ. തെങ്ങും ആ റബ്ബറും ഇതും വാഴയും റബ്ബറും ഇവിടെ ഒരു വാഴ ഒക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. താഴെ ഇതിനകത്ത് നിറച്ചും വാഴ ഉണ്ടായിരുന്ന. അതെ, ഇട മുഴുവൻ വാഴയായിരുന്നു. അതുപോലെ തന്നെ താഴെ സൈഡിലും നമുക്ക് കാണാം കേട്ടോ. ഇടവിളയായിട്ടേ നിറച്ച് വാഴ. ഒരു വരവിന് നശിപ്പിക്കാൻ പറ്റുന്ന പരമാവധി നശിപ്പിച്ചിട്ടില്ല. 4 വർഷം അല്ലേ. 4 വർഷത്തെ അധ്വാനമാണ് അത്. ഈ വേലിയൊക്കെ അങ്ങനെ ആക്കിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ഒറ്റ ഒരു നിമിഷം കൊണ്ട് സാധിക്കുന്നതല്ല. നമ്മൾ ഒരു വർഷം കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ പിടിക്കും, പിന്നെ അത് നഷ്ടപ്പെടും. അങ്ങനെ വരാത്ത ഈ ഒരു സ്ഥലത്ത് ആന വന്നു കഴിഞ്ഞപ്പോൾ എന്താ ഇപ്പോൾ ചേട്ടൻ്റെ ഒരു മനസ്സിൽ ചിന്ത? അല്ല, ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തെക്കുറിച്ചാണ്. കാരണം മനുഷ്യൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം തരുന്ന സർക്കാരുകൾ ഇത് കാണണം, കണ്ടിട്ട് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം. ഇത് ഉദ്യോഗ വൃന്ദങ്ങളിൽ എത്തിക്കണം. എന്നെപ്പോലെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ട കർഷകർ ഒത്തിരിയുണ്ട്. എന്നെക്കാളും ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ കണ്ണുനീരിൻ്റെ ഫലമാണ് ഈ കൃഷിഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും സർക്കാരുകൾ കണ്ണു തുറന്ന് കണ്ടിട്ട്, നമുക്കിവിടെ നിയമമുണ്ട്. മനുഷ്യൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വത്തിനും ജീവനും സംരക്ഷണം തരേണ്ട സർക്കാരുകളുണ്ട്. അതിനുള്ള സംരക്ഷണം കൊടുക്കേണ്ട എല്ലാ നിയമങ്ങളും നിലവിൽ നമ്മുടെ സർക്കാരിൻ്റെ പക്ഷത്തുണ്ട്. അപ്പോൾ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാത്തതാണ് ചുവപ്പ് നടയിൽ കുടുങ്ങി കിടക്കുന്ന നടപടികളുടെ പോരായ്മകളാണ് ഉള്ളത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ത്വരിതപ്പെടുത്തുക. അപ്പോൾ കർഷകരുടെ ദുരിതം കാണാനായിട്ട് കർഷകർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതൊരു 5 സ്റ്റാർ ഹോട്ടലിലോ മറ്റുള്ള മണിമന്ദിരങ്ങളിലോ ഇരിക്കുന്ന ആൾക്കാർക്ക് അതേക്കുറിച്ച് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ അത് കർഷകരെ പോലെ ഉള്ള ആ മനസ്ഥിതിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവരുടെ ദുരിതം കണ്ട് അവർക്ക് വേണ്ട സഹായം എത്തിക്കുക എന്നുള്ളതാണ് സർക്കാരുകൾ ചെയ്യേണ്ടത്. അതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അപ്പോൾ ഒരേ രീതിയിൽ നമ്മൾ പരിപാലിച്ച് ആക്കിക്കൊണ്ടുവരണം. എന്നാലേ ഇതെല്ലാം ഒരുപോലെ വളർന്നു വരുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടേ ഒരു കശുമായ നമ്മൾ തൈ നട്ട് കഴിഞ്ഞാൽ അത് കേടായി പോയാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ റബ്ബറൊക്കെ ചെയ്യുന്നില്ല. റബ്ബറൊക്കെ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റബ്ബർ ഒരിക്കലും പിന്നെ അവിടെ 40 വർഷമായിട്ട് ഞാനിവിടെ സ്ഥിരതാമസക്കാരനാണ്. ഇതിനു മുമ്പ് ഇങ്ങനെയൊരു കേൾവി പോലുമില്ല, കേട്ടുകേൾവി പോലുമില്ല. ഒരു മൃഗങ്ങൾ, ആന പോയിട്ട് മറ്റുള്ള വന്യമൃഗങ്ങളുടെ ഒരു ശല്യവും ഇല്ലാത്ത ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നത്. വെച്ചാൽ കാട്ടുമൃഗങ്ങളൊന്നുമില്ല, നല്ല മനുഷ്യരൊക്കെ താമസിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. പല ദുരിതങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇവിടെ ഒഴിഞ്ഞു പോവുകയും വന്യമൃഗങ്ങൾ ആ മേഖല കൈയടക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ഒരു മേഖലയായിട്ട് ഇത് മാറിയിരിക്കുന്നത്. കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്ത് കൃഷി ചെയ്താലും കാട്ടാനയായിട്ടും അതുപോലെ കാട്ടുമൃഗങ്ങളായിട്ടും അതുപോലെ തന്നെ കാട്ടുപന്നിയായിട്ടും എല്ലാം നശിപ്പിച്ച് കളയാണ്. കപ്പ ഇട്ടാൽ കിട്ടില്ല, ചേമ്പ്, അങ്ങനെയുള്ള ഒരു സാധനങ്ങളും കൃഷി ചെയ്താൽ കിട്ടില്ല. അതുപോലെ വാനരശല്യം വളരെ ഭീകരമാണ് ഇവിടെ. വാനരശല്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ മഴയങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ വാനരരുടെ മേഖലയായി മാറിയിരിക്കും. ഇങ്ങനെ ഒരു വന്യജീവിയായിട്ട് അങ്ങ് പരിഗണിക്കാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന നാശനഷ്ടം ഭയങ്കര കൂടുതലാണ്. നമ്മൾ അത് വന്നു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഓടിച്ചാലൊന്നും അത് പോകില്ല. നമുക്ക് മറ്റുള്ള പ്രതിരോധ മാർഗ്ഗങ്ങളും സ്വീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റും അതിനുള്ള എന്താണെന്ന് വെച്ചാൽ പോംവഴി കണ്ടെത്തി പരിഹാര മാർഗ്ഗങ്ങൾ കാണണം. ഫെൻസിങ് ആണെങ്കിൽ ഫെൻസിങ്, അതുപോലെ തന്നെ മുകളിൽ ഫെൻസിങ് ഉണ്ടോ? മുകളിൽ ഫെൻസിങ് ഇല്ല നിലവിൽ. പഞ്ചായത്ത് ഇല്ല. പഞ്ചായത്ത് ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് ഈ വർഷം റേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പഞ്ചായത്തിന് നിലവിൽ ഒരു 48 ലക്ഷം രൂപയോളമാണ് ഈ ഇവിടെ ഒരു ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് മുടക്കാനായിട്ട് തീരുമാനിച്ചേക്കുന്നത്. അതേസമയം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി ഒരു ചെറിയ തുക ഇതിലേക്ക്
സ്വരൂപിക്കുകയാണെങ്കിൽ ഈ മേഖല മുഴുവനും നമുക്ക് ഫെൻസിങ് ഇടാൻ സാധിക്കും. അങ്ങനെ ഈ മൃഗശല്യം കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെയുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുറേ ഓടിയിട്ടും ഇതിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റില്ല. ആട്ടിക്കടയൊക്കെ ഇത് വള്ളിയും ഇതൊക്കെ ഉള്ളിടത്തോടെ നമുക്ക് ഓടാൻ പറ്റില്ല. അതിന് മുള്ളും ഇതൊന്നും പ്രശ്നമില്ല ഉണ്ട് അവിടെ. പക്ഷേ അത് പോകുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളത്. എത്ര സ്പീഡിൽ ഞങ്ങൾ പോയെന്നറിയോ അതിന് പുറകെ. ഇതുണ്ടോ ഈ കയ്യാലയൊക്കെ ഇടിച്ചിട്ടിരിക്കുന്നുണ്ടോ? ഇവിടെ താഴെ വരെ പോയിട്ട് അങ്ങോട്ട് പോകലും നടക്കൂല എന്ന് കണ്ടപ്പോൾ അവർ അതേപോലെ തന്നെ തിരിച്ചു കയറി വന്നിട്ട് ഇവിടെ ഇടിക്കാൻ നോക്കിയതാണ് ഈ കാണുന്നത്. ഇപ്പം നിങ്ങൾ കേട്ടല്ലോ, ഒരു കർഷകൻ്റെ നിസ്സഹായാവസ്ഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഞാനിപ്പോൾ എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ഇതുപോലത്തെ വിഷയങ്ങൾ പോയി എടുക്കുന്നതാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും, അതായത് മനുഷ്യർക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇത് ജനാധിപത്യ രാജ്യമാണ്, മൃഗാധിപത്യ രാജ്യമല്ല. മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണനയുടെ ഒരു 4/1 പരിഗണന മനുഷ്യർക്ക് കിട്ടുവാണെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും സംഭവിക്കില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. ഇത്രയും ചെരിവുള്ള ഒരു സ്ഥലം, ഞാൻ നിൽക്കുന്ന സ്ഥലം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു ചെരിവാണ്, ഭയങ്കര നമുക്ക് തന്നെ നടന്ന് ഒരു വടിയൊക്കെ പിടിക്കാതെ നടന്ന് പോകാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. അവിടെ ആന മണ്ണൊക്കെ ഇടിച്ച് ഇറങ്ങി ഇവിടെയൊക്കെ കുളമാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആന ഇങ്ങോട്ടൊന്നും വരുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ളതല്ല. പക്ഷേ അതുപോലത്തെ സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ കൂടുതൽ കാണുന്നത്. അതായത് ആന ഇതുവരെ ഇറങ്ങാത്ത പ്രദേശങ്ങളിലേക്കാണ് ഇപ്പോൾ ആന ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആനയും പുതിയ സ്ഥലങ്ങൾ തേടി പോവുകയാണ്. കാരണം ഒരു പ്രാവശ്യം ഇറങ്ങിയ സ്ഥലത്ത് ആൾക്കാർ പിന്നെ കൃഷി നിർത്തും. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ആ പറമ്പിലോട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ അടുത്ത പറമ്പിലേക്ക് ഇറങ്ങുക. ഇതിങ്ങനെ കൂടി ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുവാണ് ആനകൾ ഇറങ്ങുന്നതിൻ്റെ ആ ഒരു പരിധി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ തുടക്കത്തിലെ തടയിടുവാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് രൂക്ഷമായൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോഴെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കൊട്ടിയൂർ പ്രദേശം മാത്രമല്ല, വയനാടും കൊട്ടിയൂരും ഒക്കെ നമ്മളിപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഗൂഡല്ലൂർ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ സ്ഥിതി എന്നാന്നുള്ളത്. ആ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ തമിഴ്നാട് പോലെയല്ല, കുറച്ചുകൂടെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, കുറച്ചുകൂടെ മനുഷ്യത്വമുള്ള ആൾക്കാരാണെന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കർഷകരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണട്ടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.